കൊച്ചിയിൽ യൂട്യൂബർ റിൻസി മുംതാസ് ലഹരിമരുന്നുമായി പിടിയിലായ സംഭവത്തിൽ കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് റിൻസി ജോലി ചെയ്തിരുന്ന സ്ഥാപനമായ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്. റിൻസി ഔട്ട്സോഴ്സായി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും റിൻസിക്ക് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്ന വിവരം പോലീസ് പിടിയിലായപ്പോഴാണ് അറിയുന്നതെന്നും കമ്പനി ഉടമ സെബാൻ പറഞ്ഞു. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് മോശമായി ചിത്രീകരിക്കരുതെന്നും ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ് അഭ്യർത്ഥിച്ചു. എനിക്ക് ഇവരിങ്ങനൊരു ബന്ധമുണ്ടോയെന്നോ ഇപ്പോഴും പല മീഡിയയിലും പലതും പറയുന്നുണ്ട്. അവർക്ക് കിലോ കണക്കിന് ബിസിനസ്സുകൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും എനിക്കറിയില്ല. ഇതുമായിട്ട് എനിക്കോ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ കമ്പനിക്കോ യാതൊരുവിധ ബന്ധവുമില്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ കമ്പനിയാണ്, കമ്പനിയുടെ ഇതിലാണ്, കമ്പനി റെൻ്റ് ഔട്ട് എടുത്ത് കൊടുത്ത വീട്ടിൽ ഫ്ലാറ്റ്, അങ്ങനൊരു സാധനമില്ല. കമ്പനി റെൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തിട്ടില്ല. അവർ റെൻ്റ് ഔട്ട് എടുത്ത ഇതാണ്, അവരുടെ പേരിലാണ് ആ വീട്. ഇപ്പം എൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ബോയ്സ് താമസിക്കുന്ന സ്ഥലമുണ്ട്, അത് അവരുടെ പേരിലാണ് ആ വീട് എടുത്തേക്കുന്നത്. അതിൽ കമ്പനിക്ക് ബാധ്യതകളൊന്നുമില്ല. കമ്പനി അവരോട് പറഞ്ഞിരിക്കുന്ന പേയ്മെൻറ്റുകൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. കമ്പനി അവർക്ക് മന്ത്ലി ഒരു സാലറി എന്നുള്ള പരിപാടി കൊടുക്കുന്നില്ല. ഓരോ സിനിമകൾക്കും ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കും. ആ എമൗണ്ടാണ് അവർക്ക്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. എനിക്കിതുമായിട്ട് യാതൊരുവിധ കമ്പനിക്കോ ഒരു ബന്ധവുമില്ല. അപ്പം വെറുതെ ഞങ്ങളെ കമ്പനിയും, കാരണം ഞങ്ങൾ ഒരുപാട് ഈ 9-10 കൊല്ലത്തിനിടയ്ക്ക് ഏകദേശം 12,000-ഓളം സിനിമകൾ, മലയാള സിനിമകളും പുറത്തുള്ള സിനിമകളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓംബാല ഫിലിംസ് പോലെ വലിയ കമ്പനികളുടെ സിനിമകൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ റെപ്യൂട്ടേഷനെ വല്ലാണ്ട് ബാധിക്കുന്നു. എല്ലാ സ്ഥലത്തും ഞങ്ങൾ കോൾ വരുന്നു, എന്താണ് ഇത് കേൾക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ ഇതുവരെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല.